കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് ടിവികൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്. സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിൽ ലോകം ചുരുങ്ങുമ്പോൾ വായനയുടെ വസന്തം തീർക്കുന്ന ഒരു മനുഷ്യൻ. ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ച ശേഷം തന്റെ വീടും മുറ്റവും 7000-ലധികം പുസ്തകങ്ങൾ നിറഞ്ഞ ഒരു അറിവിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ് തിരുവാലി സ്വദേശിയായ KG അനിൽകുമാർ. വായനയുടെ വസന്തം തീർക്കുന്ന ഈ മനുഷ്യനെ കുറിച്ചുള്ള പ്രത്യേക വാർത്ത കാണാം. തിരുവാലി താഴേക്കോഴിപ്പറമ്പ് നീലാംബരി എന്ന വീടിന്റെ പടിവാതിൽ കടന്നാൽ നമ്മൾ എത്തിപ്പെടുന്നത് പുസ്തകങ്ങളുടെ ഒരു മഹാസാമ്രാജ്യത്തിലേക്കാണ്. ആരോഗ്യവകുപ്പിൽ നിന്നും ഹെൽത്ത് സൂപ്രണ്ടായി വിരമിച്ച KG അനിൽകുമാറാണ് ഈ അക്ഷരലോകത്തിന്റെ കാവലാൾ. ഇദ്ദേഹത്തിന്റെ വായനമുറിയിലും വീട്ടുമുറ്റത്തെ പ്രത്യേക കെട്ടിടത്തിലുമായി എഴുതി തീർത്തത് വെറുമൊരു ശേഖരമല്ല, മറിച്ച് 7200-ലധികം പുസ്തകങ്ങളുടെ വിസ്മയ പ്രപഞ്ചമാണ്. ചെറുപ്പം മുതലേ വായന കൂട്ടിനുണ്ടായിരുന്ന അനിൽകുമാറിന് അച്ഛൻ പരേതനായ KM ഗോപാലകൃഷ്ണനും അമ്മ ഭാനുമതിയുമാണ് വായനയുടെ ലോകത്തേക്ക് വഴിവിളക്കായത്. 1988 മുതൽ തുടങ്ങിയ പുസ്തകശേഖരം ജോലിയിൽ നിന്ന് വിരമിച്ചതോടെ കൂടുതൽ വിപുലമാക്കി. മാതൃഭൂമിയിലെ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളും അവയുടെ ആദ്യലക്കം മുതൽ ഇവിടുത്തെ അലമാരകളിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. നിലവിൽ പുസ്തകങ്ങൾക്കായി പണിത കെട്ടിടത്തിന് പുറമെ പ്രസിദ്ധീകരണങ്ങൾ മറ്റൊരു ഷെഡിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവയെല്ലാം കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് മാറ്റി കൂടുതൽ സൗകര്യപ്രദമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. വായനയോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ജനിക്കുമ്പോഴേ എനിക്ക് കിട്ടിയൊരിതാണ്. ഒന്ന് പാരമ്പര്യവും പിന്നെ സാഹചര്യവും രണ്ടും ആ കാര്യത്തിൽ എനിക്ക് അനുകൂലമായിരുന്നു. അച്ഛൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു, അമ്മയും അതുപോലെ തന്നെ നന്നായി വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്നപ്പോൾ സ്വാഭാവികമായിട്ടും പുസ്തകങ്ങളുടെ ഒരു സാമീപ്യം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പുസ്തകങ്ങളും വാരികകളും ഒക്കെ ആയിട്ട് എപ്പോഴും വീട്ടിലുണ്ടല്ലോ അല്ലേ. അപ്പോൾ കുട്ടിയാവണ സമയത്ത് തന്നെ ഇപ്പോൾ ബാലരമ, അന്ന് ബാലരമയും അമ്പിളിയമ്മാവനും, അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ മനോരമയിലാണെങ്കിൽ ബോബനും മോളിയും, അതൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്ത്. അപ്പോൾ അതങ്ങനെ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ട് വളർന്ന ഒരു ബാല്യമാണ്. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ അച്ഛൻ വാങ്ങിക്കാറുണ്ട്, പക്ഷേ കൃത്യമായിട്ട് സൂക്ഷിച്ച് അങ്ങനെ വെക്കാറില്ല. അത് പലതും കാലഹരണപ്പെട്ടു. പിന്നെ സ്വന്തമായിട്ട് ജോലി ആയി ഏകദേശം ഒരു 21 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ജോലിക്കാരനായത്. അപ്പോൾ ആ സമയത്ത് പിന്നെ പുസ്തകങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യകാലങ്ങളിൽ സ്ഥിരമായിട്ട് പിന്നെ കോഴിക്കോടൊക്കെ പോകുന്ന സമയത്ത് ചില സ്കീമുകളൊക്കെ ഉണ്ട്, ഈ ബുക്ക് സ്റ്റാളുകൾ, ബുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം, ക്യൂബിസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്തരം സ്കീമുകളിലൊക്കെ ചേർന്നിട്ട് പുസ്തകം വാങ്ങും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്ക് അധികം വൈകാതെ തന്നെ വായനശാലയിൽ സജീവമായി. അമ്പലപ്പടി പ്രഭാതീവന സംഘം വായനശാല തെറ്റില്ലേ, അമ്പലപ്പടി പ്രഭാതീവന സംഘം വായനശാല അതിൻ്റെ നിർവാഹക സമിതിയിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലത്ത് അപ്പോൾ സ്ഥിരമായിട്ട് പുസ്തകം. അനിൽകുമാറിന്റെ ഈ അക്ഷരപ്രേമത്തിന് പൂർണ്ണ പിന്തുണയുമായി കുടുംബവും കൂടെയുണ്ട്. വണ്ടൂർ VMC സ്കൂളിലെ മലയാളം അധ്യാപികയായ ഭാര്യ R ശ്രീജയും അധ്യാപികയായ മകൾ അനുശ്രീയും MCA പൂർത്തിയാക്കിയ മകൻ ശ്രീകുമാറും ഈ വലിയ ലൈബ്രറിയുടെ പരിപാലനത്തിൽ അനിൽകുമാറിനൊപ്പമുണ്ട്. ഡിജിറ്റൽ യുഗത്തിലും പുസ്തകങ്ങളുടെ മണവും വായനയുടെ സുഖവും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്ന നീലാംബരി എന്ന ഈ വീട് ഇപ്പോൾ കേവലമൊരു വീടല്ല, മറിച്ച് അറിവിന്റെ വലിയൊരു അക്ഷരമുറ്റമാണ്. പുതിയ തലമുറ പുസ്തകങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ വായനയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അനിൽകുമാറും കുടുംബവും സമൂഹത്തിന് നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.